ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്ററാണ് രാസബന്ധനം. അപ്പോൾ നമ്മൾ മൂലകങ്ങളെക്കുറിച്ചും പീരിയോഡിക് ടേബിളിനെ കുറിച്ചൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണാൻ പറ്റിയിരുന്നു. ഇനി എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു രാസബന്ധനം നടക്കുന്നത്? പ്രധാനമായിട്ടും 2 തരത്തിലാണ് മൂലകങ്ങൾ കൂടിച്ചേരുക. രാസബന്ധനം എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടിച്ചേർന്നിട്ട് ഇങ്ങനെ സംയുക്തങ്ങൾ ഉണ്ടാക്കാം. എന്തിനാണ് ഒരു രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നത് എന്താണ്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ്, അവരുടെ അഷ്ടകം പൂർത്തിയാക്കിയിട്ട് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ വെച്ചുകൊണ്ട് അവർക്ക് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലെയുള്ള രാസബന്ധനങ്ങളിൽ ഏർപ്പെടുന്നത്. പ്രധാനമായിട്ട് 2 തരത്തിലുള്ള രാസബന്ധനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് അയോണിക ബന്ധനം, 2 സഹസംയോജക ബന്ധനം. 1 അയോണിക ബന്ധനം, 2 സഹസംയോജക ബന്ധനം. അയോണിക ബന്ധനം ആ പേര് പോലെ തന്നെ എന്താണ്? അയോണുകളെ അല്ലെങ്കിൽ അയോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ആറ്റം ഇലക്ട്രോണുകളെ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ അവർക്കൊരു ചാർജ് ഉണ്ടാവുന്നു. ഒരാറ്റം ഇലക്ട്രോണുകളെ കൊടുക്കുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകളെ വാങ്ങുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇങ്ങനെ ചാർജുള്ള ആറ്റങ്ങളെയാണ് എന്ത് പറയുക? അയോൺസ് അല്ലെങ്കിൽ അയോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇലക്ട്രോണുകളുടെ കൊടുക്കൽ വാങ്ങലുകൾ മൂലം ആറ്റങ്ങൾ ചാർജ് കൈവരിക്കും, അല്ലെങ്കിൽ എന്താണ്, പോസിറ്റീവായിട്ടുള്ള അയോണുകളോ നെഗറ്റീവായിട്ടുള്ള അയോണുകളോ ആയിട്ട് അവർ മാറും. ഇങ്ങനെ ഉള്ള ഒരു തരം ബന്ധനമാണ് എന്ത്? അയോണിക ബന്ധനം. അത് പൂർണ്ണമായിട്ടും ഇലക്ട്രോണുകളെ കൊടുക്കും, അത് വാങ്ങും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡ്, MgCl2 എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ വേണ്ട വളരെ സിമ്പിളായിട്ട് സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പിനെ പറയുന്ന പേരാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിൽ 2 മൂലകങ്ങളാണുള്ളത്, സോഡിയവും ക്ലോറിനും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അഷ്ടകം പൂർത്തിയായിട്ടില്ല. അപ്പോൾ സോഡിയത്തിനാണെങ്കിൽ എന്താണ്? അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അതിൻ്റെ അറ്റോമിക നമ്പർ 11 അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ക്ലോറിൻ ആണെങ്കിലോ 17 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളായിരിക്കും. ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം 1 ഇലക്ട്രോണും കൂടെ ആവശ്യമുണ്ട്. സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതിനൊരു ഇലക്ട്രോൺ ഒരു ബാധ്യതയാണ്. അപ്പോൾ ആ 1 ഇലക്ട്രോൺ കൂടി കൊടുത്ത് ബാക്കി 10 ആളായിട്ട് അവർ സുഖമായിട്ട് നിൽക്കാനാണ് നോക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യും. അങ്ങനെ സോഡിയം അതിന് ആവശ്യമില്ലാത്ത 1 ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കും. അപ്പോൾ ക്ലോറിന് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവും. സോഡിയത്തിൻ്റെ ഇപ്പം ഉണ്ടായിരുന്ന ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ പോയപ്പോൾ അതിന് തൊട്ടുള്ള മുന്നിലുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോണുകളായിട്ട് സോഡിയം 10 ഇലക്ട്രോണുകളും ക്ലോറിനിൽ എത്രയായി? 18 ഇലക്ട്രോണുകളായിട്ട് അവർ അഷ്ടകം പൂർത്തിയാക്കിയിട്ട് സ്ഥിരത കൈവരിച്ച് നിൽക്കും. അപ്പം ഇതിന് അതായത് പൂർണ്ണമായിട്ടും ഇലക്ട്രോണുകളെ കൊടുക്കുകയോ വാങ്ങുകയോ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടുക്കുന്നത് കൊണ്ട് സോഡിയത്തിന് പോസിറ്റീവ് ചാർജും അതായത് 1 പോസിറ്റീവ് ചാർജ്, അതെങ്ങനെയാണ്? 1 ഇലക്ട്രോണിനെ കൊടുത്തത് കൊണ്ട് 1 പോസിറ്റീവ് ചാർജും, ആ 1 ഇലക്ട്രോണ് ക്ലോറിൻ വാങ്ങിയത് കൊണ്ട് ക്ലോറിന് 1 നെഗറ്റീവ് ചാർജും കിട്ടും. ഇങ്ങനെയുള്ള ബന്ധനത്തിനെയാണ് എന്ത് പറയുക? അയോണിക ബന്ധനം. പൂർണ്ണമായിട്ടും കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള രാസബന്ധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന സംയുക്തങ്ങൾക്ക് അവരുടെ തിളനിലയും അതുപോലെ ഉരുകൽ നിലയും മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻ്റും ഒക്കെ വളരെ കൂടുതലായിരിക്കും. കാരണം അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബന്ധനം ബ്രേക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ട് കൊടുത്ത് വാങ്ങിയിട്ടല്ലേ, അപ്പോൾ അവരുടെ ആ ഒരു ബന്ധനം അല്ലെങ്കിൽ ആ ഒരു ബന്ധനം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് എനർജി ആവശ്യമായിട്ട് വരും. ഇങ്ങനെയുള്ളതിനാണ് എന്ത് പറയുക? അയോണിക ബന്ധനം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സഹസംയോജക ബന്ധനം. സഹസംയോജക ബന്ധനം എന്ന് പറയുമ്പോൾ ഇതിലുള്ള പോലെ എന്ത് ചെയ്യില്ല? പൂർണ്ണമായിട്ടും ഇലക്ട്രോണുകളെ കൊടുക്കുകയോ വാങ്ങുകയോ ഒന്നും അവർ ചെയ്യില്ല. പകരം അവരെന്ത് ചെയ്യും? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ്, പങ്കുവെച്ചുകൊണ്ട് അവരൊരു രാസബന്ധനത്തിൽ ഏർപ്പെടും. പൂർണ്ണമായിട്ട് കൊടുക്കൂല വാങ്ങൂല, എന്താണ്, പങ്കുവെക്കും. ആ ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട്, പൊതുവെ എന്താണ്, ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ വരുന്ന മൂലകങ്ങളാണ് ഇങ്ങനെ ചെയ്യാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 4 എണ്ണം കൊടുക്കാനും ബുദ്ധിമുട്ട്, 4 എണ്ണം വാങ്ങാനും ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ അവരെന്ത് ചെയ്യും? അവർ ഒന്നും ചെയ്യില്ല, അവരെന്ത് ചെയ്യും? ആ 4 ഇലക്ട്രോണുകളെ പങ്കുവെക്കും.
ആ 4 ഇലക്ട്രോണുകളെ പങ്കുവെച്ചിട്ട് അവരുടെ അഷ്ടകം പൂർത്തിയാക്കി സ്ഥിരത കൈവരിച്ച് നിൽക്കും. അങ്ങനെയുള്ള ബന്ധനങ്ങളാണ്. വെറും പങ്കുവെക്കലുകൾ മാത്രമാണ്. മറ്റിടത്ത് അങ്ങനെയല്ല, എന്താണ്, പൂർണ്ണമായിട്ടും കൊടുത്തു. ഇവിടെ പങ്കുവെക്കലുകൾ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ബന്ധനത്തിന് എന്ത് പറയും? സഹസംയോജക ബന്ധനം. ഇപ്പോൾ HCl എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രജനും അതുപോലെ തന്നെ എന്താണ്, ക്ലോറിനും. അപ്പോൾ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതിൻ്റെ ബാഹ്യതമശലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോണെ കൊടുത്താലും ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 17 അറ്റോമിക് നമ്പർ. അപ്പോൾ ബാഹ്യതമശലിൽ 7 ഇലക്ട്രോണുകളാണുള്ളത്. ക്ലോറിന് ഒരെണ്ണം ആവശ്യമുണ്ട്. ആ ഒരെണ്ണത്തിന് നമ്മുടെ ഹൈഡ്രജന് കൊടുത്താൽ എന്താ ഉണ്ടാവുക? ഹൈഡ്രജൻ ആറ്റം ഇല്ല, അങ്ങനെ ഒരു ആറ്റം ഇല്ലാതെ ആവില്ല. അതിനാകെ എന്താണല്ലോ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ അവരെന്ത് ചെയ്യും? ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഷെല്ലേ ഉള്ളൂ. അപ്പോൾ ആ കെ ഷെല്ലിലേക്ക് 2 ഇലക്ട്രോണുകളെ ആവശ്യമുള്ളൂ. ഒരെണ്ണം കൂടി ആവശ്യമുണ്ട്. ക്ലോറിന് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ക്ലോറിന് 2 എണ്ണം കുറഞ്ഞില്ലേ? അപ്പോൾ ക്ലോറിന് പിന്നെയും പ്രശ്നമായി. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ്റെ ഈ ഒരു ഇലക്ട്രോണുകളെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോണുകളെ പങ്കുവെക്കും. അല്ലെങ്കിൽ പോലെ CH4 കാർബണിൻ്റെ ബാഹ്യതമശലിൽ 4 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ ആ കാർബൺ എന്ത് ചെയ്യും? 4 ഹൈഡ്രജനുകളുമായിട്ട് ഇലക്ട്രോണുകളെ പങ്കുവെക്കും. ഇങ്ങനെയുള്ള രാസബന്ധനം ബ്രേക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം അവർ ആ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. എന്താ വെച്ചാൽ പൂർണ്ണമായിട്ട് കൊടുക്കണു വാങ്ങുന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും, അത് ഉരുകൽ നിലയും തിളനിലയും ഒക്കെ എന്താണ്, കുറവായിരിക്കും. എന്തിനപേക്ഷിച്ചിട്ട് ഇങ്ങനെ അയോണിക ബന്ധനത്തിൽ ഏർപ്പെടുന്ന സംയുക്തങ്ങളെ സംബന്ധിച്ചിട്ട് എന്താണ്, ഇവരുടെ ഉരുകൽ നിലയും തിളനിലയും കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് നമുക്ക് ഈ രാസബന്ധനത്തിൽ പഠിക്കാനുള്ളത്. ആകെ എന്ത് പഠിക്കാനുള്ളത്? 2 ബന്ധനങ്ങൾ ഉണ്ടെന്ന് പഠിക്കാം. എങ്ങനെയാണ് ആ ബന്ധനം എന്ന് പഠിക്കാം. ഇനി ഈ ബന്ധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവണേന്നൊക്കെ നമുക്ക് വരച്ച് കാണിക്കാനുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 2 എണ്ണമൊക്കെ ഇങ്ങനെ വരച്ച് കാണിച്ച് തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 20 വരെ പീരിയോഡിക് ടേബിളിൽ 20 വരെയുള്ള അറ്റോമിക് നമ്പറിലുള്ള ആൾക്കാരെ പഠിച്ചു വയ്ക്കണം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ അങ്ങനെ പറഞ്ഞിട്ട് 20 വരെയുള്ളവർ നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ അവരുടെ അറ്റോമിക് നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അവരുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ ബാഹ്യതമശലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ NaClൻ്റെ ഒരു അയോണിക ബന്ധനം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സോഡിയം 11 നമ്പർ, ക്ലോറിൻ 17 നമ്പർ. അപ്പോൾ നമുക്ക് 281 ക്ലോറിൻ സോഡിയത്തിന് എഴുതാം, 287 ക്ലോറിൻ എഴുതാം. നമുക്ക് അങ്ങനെ എഴുതിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 20 വരെയുള്ളത് പഠിച്ചു വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ബന്ധനങ്ങൾ മനസ്സിലാക്കും. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള സോഡിയം ക്ലോറൈഡ് അതൊക്കെയാണ് അയോണിക ബന്ധനത്തിന് എക്സാമ്പിളുകൾ വരുന്നത്. അതുപോലെ മാഗ്നീഷ്യം ഓക്സൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, സോഡിയം ഓക്സൈഡ് ഒക്കെയാണ്. ഈ സഹസംയോജക ബന്ധനം എന്ന് പറയുമ്പോഴേ നമ്മൾ സാധാരണ CH4 അതൊക്കെ പറഞ്ഞു. CH4, HCl, വാട്ടർ H2O ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് എന്താണ്? അതുപോലെ തന്നെ ത്രിബന്ധനം, ദ്വിബന്ധനം, ഏകബന്ധനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരൊറ്റ പെയർ ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുന്നതാണ് ഏകബന്ധനം. 2 പേർ ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ ദ്വിബന്ധനം, 3 പേർ ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ ത്രിബന്ധനം. അങ്ങനെ 3 തരത്തിലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വരച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. അതായത് 20 വരെയുള്ള അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളെ പഠിക്കണം. അവരുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് അയണിക് ബോണ്ട്. ഇപ്പോൾ നമ്മൾ NaCl ഫോം ചെയ്യണതാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, NaCl എന്ന് പറയുമ്പോൾ NAയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണും Clൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ സോഡിയത്തിന് 1 ഇലക്ട്രോൺ ക്ലോറിന് കൊടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കണം, കണ്ടില്ലേ? Na ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകളെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോഡിയത്തിൻ്റെ 1 എണ്ണം, ക്ലോറിന് 7 എണ്ണം. എന്നിട്ട് ആ സോഡിയത്തിൻ്റെ 1 എണ്ണം ക്ലോറിന് പോയപ്പോൾ സോഡിയത്തിന് പോസിറ്റീവ് ചാർജും ക്ലോറിന് നെഗറ്റീവ് ചാർജും. അങ്ങനെയാണ് എന്തുണ്ടായിട്ടുള്ളത്? NaCl ഉണ്ടായിട്ടുള്ളത്. NaCl ഉണ്ടായി കഴിയുമ്പോൾ സോഡിയത്തിൻ്റെ എന്താ പറയുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, ക്ലോറിൻ്റെ 2, 8,
8 ആയിട്ട് മാറും. കാരണം ഒരു ഇലക്ട്രോണെ കിട്ടിയല്ലോ. ഇതാണ് നമുക്ക് അയണിക് ബോണ്ടിങ് വരുന്നത്. ഇതാണ് കോവാലൻ്റ് ബോണ്ടിങ്. ഇപ്പോൾ നമ്മൾ CH4 എക്സാമ്പിൾ, കാർബണിൻ്റെ 2, 4 എന്നാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഹൈഡ്രജൻ്റെ 1. അപ്പോൾ നോക്കിയേ, ഇവരെന്ത് ചെയ്യും? ഇവർ ഓരോ ഇലക്ട്രോണുകളെയും ഷെയർ ചെയ്യും. കാർബണിൻ്റെ 4 ഇലക്ട്രോണുകളെ ഓരോ ഹൈഡ്രജൻ്റെ ഓരോ ഇലക്ട്രോണുകളായിട്ട് ഷെയർ ചെയ്യും. ഇപ്പോൾ കാർബണിൻ്റെ നോക്കിയേ 8 ഉണ്ടായി അല്ലേ? കാർബണിൻ്റെ ഒരെണ്ണം, ഈ ഹൈഡ്രജൻ്റെ ഒരെണ്ണം, അതേപോലെ 4 എണ്ണത്തിൽ വരുമ്പോൾ 8 ഉണ്ടായി. ഹൈഡ്രജൻ്റെ നോക്കിയേ, അതിന് ഓൾറെഡി ഉള്ള ഒരെണ്ണം കാർബണിൽ നിന്ന് ഷെയർ ചെയ്ത ഒരെണ്ണം. അപ്പോൾ ഇവ 2 പേരുടെയും ഒക്ടക്റ്റ് പൂർത്തിയായി. ഇതാണ് എന്ത്? കോവാലൻ്റ് ബോണ്ട്.